പൂക്കോട്ടുംപാടം വില്ലൂത്ത് ക്ഷേത്രത്തിൽ അതിക്രമം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടിയ പോലീസിന് അഭിമാനിക്കാം. സംഭവം നടന്ന് 12 മണിക്കൂർ പോലും തികയുന്നതിന് മുൻപാണ് തിരുവനന്തപുരം സ്വദേശിയെ പോലീസ് വലയിലാക്കിയത്. ഇസ്ലാം മതവിശ്വാസികൾക്ക് പുണ്യമാസമായ റംദാൻ ആദ്യ ദിവസം തന്നെ മൃഗബലിയടക്കം നിരോധിച്ച കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ചെയ്ത കാടത്തമാണ് ക്ഷേത്രത്തിൽ അരങ്ങേറിയതെന്ന തരത്തിൽ സംഘപരിവാർ സംഘടനകൾ തുടക്കത്തിലെ പ്രചരണം നടത്തിയിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം ശ്രമിച്ചിരുന്നു. അവസരം മുതലെടുത്ത് വർഗീയ അജണ്ട നടപ്പിലാക്കുവാനുള്ള ഒരു വിഭാഗത്തിന്റെ ഗൂഢശ്രമമാണ് പ്രതിയുടെ അറസ്റ്റോടെ ഇല്ലാതായത്. സംഭവം അറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിനടുത്ത് തടിച്ചുകൂടിയിരുന്നു. ക്ഷേത്രം സന്ദർശിക്കാനെത്തിയ മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിനെ തടയുകയും സ്ഥലം എംഎൽഎ PV അൻവർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ഉണ്ടായി. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിച്ചു. പ്രതികൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണെന്നടക്കം വർഗീയ പ്രചാരണങ്ങൾ നടന്നു. എന്നാൽ പോലീസിന്റെ അവസരോചിത ഇടപെടലും അന്വേഷണ മികവും ഇതിനെല്ലാം അല്പായുസേ നൽകിയുള്ളൂ. സംഭവം അറിഞ്ഞ് മണിക്കൂറുകൾക്കകം തൃശൂർ റേഞ്ച് IG അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതും പോലീസ് കൂടുതൽ ജാഗ്രത പാലിച്ചതും പ്രതിയിലേക്കുള്ള അന്വേഷണം എളുപ്പത്തിലാക്കി. ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റ അന്വേഷണത്തിന് നേരിട്ട് നേതൃത്വം നൽകി. പ്രദേശത്തെ രാഷ്ട്രീയ നേതൃത്വവും പക്വമായ ഇടപെടലാണ് നടത്തിയത്. ക്ഷേത്രത്തിന് പിന്തുണയർപ്പിച്ച് നിരവധി സംഘടനകൾ മുന്നോട്ട് വന്നു. ഒടുവിൽ പ്രതി പിടിയിലായെന്നറിഞ്ഞതോടെ മണിക്കൂറുകൾ മുൾമുനയിൽ നിന്ന നാട്ടുകാർക്ക് ആശ്വാസമായി. പ്രതി പിടിയിലായതോടെ നിരവധി കേസുകൾക്കാണ് പോലീസിന് തുമ്പുണ്ടായത്. ജനുവരിയിൽ വാണിയമ്പലം ബാണാപുരം ത്രിപുര സുന്ദരി ക്ഷേത്രത്തിൽ നടന്ന അതിക്രമം തൊട്ട് 2006 കിളിമാനൂർ പറക്കിയോട് ദേവി ക്ഷേത്രത്തിലെ ശാന്തിക്കാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന് ക്ഷേത്രക്കുളത്തിൽ തള്ളിയതടക്കം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചിട്ടുണ്ട്. 8 വർഷം മുമ്പ് നിലമ്പൂരിലെ ലോഡ്ജിൽ പോലീസ് ഉദ്യോഗസ്ഥനുമായി അടിപിടിയുണ്ടാക്കിയ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെയുള്ള പ്രതികരണമാണ് താൻ നടത്തുന്നതെന്ന മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങിയാവും കൂടുതൽ അന്വേഷണം നടക്കുക. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, മറ്റു പ്രേരണകൾ ഉണ്ടോ എന്നും പോലീസിന്റെ രണ്ടാംഘട്ട അന്വേഷണത്തിലുണ്ടാകും. അനിഷ്ട സംഭവങ്ങൾ കണക്കിലെടുത്ത് പൂക്കോട്ടുംപാടം ഇപ്പോഴും കനത്ത പോലീസ് സുരക്ഷയിലാണ്. ജില്ലാ പോലീസ് മേധാവി കൂടാതെ പെരിന്തൽമണ്ണ DYSP, MP മോഹനചന്ദ്രൻ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP AS രാജു, നിലമ്പൂർ SI KM ദേവസ്യ, നിലമ്പൂർ പൂക്കോട്ടുംപാടം എടക്കര SI മാരും അന്വേഷണത്തിന്റെ ഭാഗമായി.